സത്യം തെളിയേണ്ടത് എന്റെ ആവശ്യമല്ല, പോലീസുകാർ കണ്ടെത്തട്ടെ. അവന് നിയമത്തിലാണ് വിശ്വാസമെങ്കിൽ എനിക്കും അതേ നിയമത്തിലാ വിശ്വാസം. മിസ്റ്റർ സൂര്യ, നിങ്ങൾ നിങ്ങളുടെ കംപ്ലൈന്റിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? സർ, ഇവർ സത്യത്തിൽ അമ്മയും മകനും ആണെങ്കിലും അല്ല, അത്ര നല്ല സുഖത്തിലല്ല എന്ന് പറയുകയായിരുന്നു. സർ, ഞാൻ ഇവരെ രണ്ടുപേരെയും ഒന്നിച്ചു നിർത്തി ഒന്ന് സംസാരിച്ചിട്ട്. അയ്യോ, നിങ്ങളുടെ കുടുംബത്തൊരു പ്രശ്നം ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ച് ഡ്യൂട്ടിക്ക് ഇറങ്ങിയവനല്ല ഞാൻ. ഞാൻ എന്റെ നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പരാതി തന്ന ആളോട് ഒന്ന് ആവർത്തിച്ച് ചോദിച്ചു എന്നേ ഉള്ളൂ. പരാതിയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു സർ. നന്ദിനിയെ ദ്രോഹിച്ചത് അമ്മ തന്നെയാണ്. അപ്പൊ പിന്നെ ഇനി ഇവരെ ചോദ്യം ചെയ്യാതെ നിവർത്തിയില്ല. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെ വേണമെന്നില്ല. സർ, വനജ എത്തിയില്ലേ? ഇല്ല സർ, അവര് ബാറ്റുകാരെ റെയ്ഡ് ചെയ്യാൻ പോയ ടീമിലുണ്ട്. ആ, വരട്ടെ. വന്നാലിവിടെ കുറച്ച് പണിയുണ്ട്. സർ, അങ്കിൾ, കണ്ണീ കണ്ട വനിതാ പോലീസൊക്കെ ആന്റിയെ കയറി മെയ്യുമെന്നാ തോന്നുന്നേ. പ്രത്യേകിച്ച് ആന്റിയുടെ നാവിന്റെ ബലം കൂടെ ആവുമ്പോ എന്തായാലും അടി വീഴും. സൂര്യ, അച്ഛൻ പറയുന്നൊന്ന് കേക്കടാ, അല്ലെങ്കിൽ അമ്മയെ അവര്. മതി മതി, ഇനി ഒരു കാര്യം ചെയ്യ്. പത്മാവതി ഒഴികെ ബാക്കിയുള്ളവർ പുറത്തിറങ്ങി നിൽക്ക്. സാർ, സ്വന്തം മകന് പോലും പരാതിയുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് ന്യായീകരണങ്ങൾ പറയുന്നതിന് ഒരു പരിധിയില്ലേ മിസ്റ്റർ? പുറത്തിറങ്ങി നിൽക്കണം. മമ്മി, നിങ്ങൾ പൊയ്ക്കോ. എനിക്ക് എന്റേതായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് കവർ ചെയ്തിട്ട് ആരും ഒന്നും ചെയ്യില്ല.